ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു കഥ ആയിട്ടാണ് കേട്ടോ. എൻ്റെ ചെറുപ്രായത്തിൽ കേട്ടൊരു കഥയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കേൾപ്പിച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ ഓക്കെ, നമുക്ക് തുടങ്ങിയല്ലേ. ശ്രദ്ധിച്ചു കേൾക്കണേ. പണ്ട് കാലത്ത് മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അക്ബർ ചക്രവർത്തി എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഉപദേശകനുണ്ടായിരുന്നു കേട്ടോ. ബീർബൽ എന്നാണ് അവരുടെ പേര്. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയും ഉപദേശകനായ ബീർബലും കൂടി കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി പോയിട്ടോ. വേട്ടയാടി അവർ കുറേ ദൂരം സഞ്ചരിച്ച സമയത്ത് രാജാവിൻ്റെ കൈയിൻ്റെ ചൂണ്ടുവിരലിൽ ഒരു മുറിവ് പറ്റി. വേട്ടയാടാനാണല്ലോ പോയിട്ടുള്ളത്, അപ്പം മുറിവൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികം. ഏതായാലും മൂപ്പർക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്. ഇത് കണ്ട ബീർബൽ മുറിവിനുള്ള പച്ചമരുന്നുകളൊക്കെ ശേഖരിച്ച് രാജാവിൻ്റെ മുറിയിൽ ഉഷാറായി കെട്ടിവെച്ച് കൊടുത്തു. രാജാവ് മുറിയുടെ വേദന കൊണ്ട് വിഷമിക്കുന്ന സമയത്ത് ബീർബൽ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, നമ്മുടെ അധിപൻ നമുക്കൊരു ബുദ്ധിമുട്ട് തരുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയായിരിക്കും കേട്ടോ. പക്ഷെ ബീർബലിൻ്റെ ഈ സംസാരം രാജാവിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമുക്കാണെങ്കിൽ ഇഷ്ടപ്പെടൂല. ഒരു മനുഷ്യന് മുറിവായതും പോരെ, പിന്നെ അതിൻ്റെ വേദന സഹിച്ച് പിടിച്ചു നിൽക്കുമ്പോൾ ഇമാതിരി സംസാരം കേട്ടാൽ ദേഷ്യപ്പെടൂലേ? അല്ലെങ്കിൽ മറ്റേനോ ഒന്ന് പൊട്ടിക്കാനും തോന്നൂലേ? രാജാവിന് ഇതങ്ങോട്ട് കേട്ടപ്പോൾ കലിപ്പങ്ങ് കൂടി. അവിടെ അടുത്തൊരു വെള്ളമില്ലാത്ത കിണറുണ്ടായിരുന്നു. രാജാവ് ബീർബലിനെ അതിലേക്ക് തള്ളിയിട്ടിട്ട് പറഞ്ഞു, എല്ലാ ബുദ്ധിമുട്ടുകളും ഗുണത്തിനാണെങ്കിൽ നീ അവിടെ കിടക്ക്. എന്തായാലും ഗുണത്തിനാണല്ലോ, നീ അവിടെ കിടന്നോ. അതും പറഞ്ഞ് രാജാവ് മുമ്പോട്ട് അങ്ങനെ പോയി. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു മലയുടെ താഴ്വാരത്തെത്തിയപ്പോൾ കാട്ടു താമസിക്കുന്ന കുറേ ആളുകൾ രാജാവിനെ കണ്ടുമുട്ടി. കാട്ടു താമസക്കാർക്ക് നമ്മുടെ രാജാവിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല ഭംഗിയുള്ളൊരു ചെറുപ്പക്കാരനല്ലേ. അവർ രാജാവിനെ എന്തായാലും പിടിച്ചു വെച്ചു. അവർക്കന്ന് വനദേവതക്ക് മനുഷ്യനെ അറുത്തു കൊടുത്ത് രക്തം കൊടുക്കേണ്ട ദിവസമായിരുന്നു. ഇന്നിപ്പോൾ ആരറുത്തു കൊടുക്കുമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാജാവിൻ്റെ ഈ വരവ്. അങ്ങനെ അവർ രാജാവിനെ പിടിച്ച് കുടിപ്പിച്ച് കുട്ടപ്പനാക്കി ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഒരുക്കുകയാണ്. അപ്പോഴാണ് ആ സമയത്ത് നോക്കുമ്പോൾ രാജാവിൻ്റെ കൈയിൻ്റെ ചൂണ്ടുവിരലിന്മേലെ ഒരു അലാക്കിൻ്റെ ഒരു പെരുങ്കെട്ട്. ഇതെന്തായി കെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, അത് മുറിവ് പറ്റിയതാണെന്ന്. അപ്പോൾ കാട്ടിൽ താമസിക്കുന്നവർ പറഞ്ഞു, അത്രേ, ഇന്നിപ്പോൾ ഇത് സംഗതി ആകെ സുയിപ്പായല്ലോ, ഇങ്ങനെ അറക്കാൻ പറ്റൂലല്ലോ, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? കാരണം ഇതൊരു തരക്കേട് തന്നെയാണല്ലോ, ഈ കയ്യിന് ഈ മുറിവ് പറ്റുക. ഒരു കേടുമില്ലാത്തൊരു മനുഷ്യനെ തര അറുത്തു കൊടുക്കേണ്ടത്. ഒരു കേടുമില്ലാത്തൊരു മനുഷ്യനെയാണ് വനദേവതക്ക് അറുക്കാൻ പറ്റുള്ളൂ. കയ്യിൻ്റെ പേരിൽ കേടുന്ന ആളെ എങ്ങനെ അറക്കാനാ? നിങ്ങൾ പൊയ്ക്കോളിയെന്ന് പറഞ്ഞ് രാജാവിനെ അവർ വിട്ടയച്ചു. വിട്ടപ്പോൾ രാജാവിന് ഇങ്ങനെ ആലോചന കൂടി. ആ മന്ത്രി ബീർബൽ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. ഒരു മനുഷ്യന് എന്തൊരു പ്രയാസം വന്നാലും അതെന്തെങ്കിലും ഗുണത്തിന് വേണ്ടിയായിരിക്കും എന്നുള്ളത്. എൻ്റെ കയ്യിൽ മുറിവ് പറ്റിയത് കൊണ്ടാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നീ അടുത്ത പരിപാടി മന്ത്രിയെ രക്ഷപ്പെടുത്താം. അതും തീരുമാനിച്ച് ബേക്കോട്ട് തന്നെ യാത്ര തിരിച്ചു. കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ വള്ളികൾ കൊണ്ടൊരു കയറുണ്ടാക്കി മന്ത്രിക്കിട്ട് കൊടുത്ത് മന്ത്രി ആ കയറിൽ പിടിച്ച് കയറിയപ്പോൾ രാജാവ് മന്ത്രിയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മന്ത്രി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് ചെയ്തത് വലിയൊരു അക്രമമായിപ്പോയി. നിങ്ങൾ പറഞ്ഞില്ലേ ഒരു മനുഷ്യന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതൊരു ഗുണത്തിനായിരിക്കുമല്ലോ എന്ന്. പറഞ്ഞത് എനിക്കിപ്പോഴാണ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ഞാനിങ്ങനെ യാത്ര പോയപ്പോൾ എന്നെ കാട്ടുജാതിക്കാർ പിടിച്ചു കൊണ്ടുപോയി. എന്നെ അറുക്കാനായിരുന്നു അവരുടെ തീരുമാനം. എൻ്റെ കയ്യിൽ കെട്ടുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ വലിയൊരു കഴിച്ചിലാവലാണ് കഴിച്ചിലായത്. ഇപ്പോൾ ഇവിടെ എത്തിയത് തന്നെ. നിങ്ങളെന്നോട് ക്ഷമിക്കണം കേട്ടോ മന്ത്രി. ഇത് കേട്ടപ്പോൾ മന്ത്രി പറഞ്ഞു, നിങ്ങളെന്നോട് മാപ്പ് പറയൊന്നും വേണ്ട. ഞാനെങ്ങാനും നിങ്ങളൊപ്പം പോന്നിരുന്നെങ്കിലേ അവർ നമ്മൾ രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങളെ കയ്യുമേ കെട്ടുള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. ഒരു കേടുമില്ലാത്ത എന്നെ അറക്കുകയും ചെയ്യില്ലായിരുന്നോ? ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളെന്നെ കിണറ്റിൽ തള്ളിയിട്ടതും ഒരു ഗുണത്തിനായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമുക്കിതിന്ന് മനസ്സിലായത് എന്താണ്? എന്തൊരു ബുദ്ധിമുട്ടും പ്രയാസം വന്നാലൊക്കെ അതൊക്കെ നമുക്കൊരു ഗുണത്തിനായിരിക്കും എന്നുള്ളതല്ലേ. അപ്പം ഇനി എന്തൊരു പ്രയാസം വരികയാണെങ്കിലും നിങ്ങൾ ഈ കഥയൊക്കെ ഒന്ന് ഓർക്കുമല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ കഥ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യട്ടോ. താങ്ക് യു ഓൾ.